സ്നേഹം നിലനിർത്തിക്കൊണ്ട് തന്നെ ശബരിനാഥൻ ഉപദേശം കൊടുക്കുകയാണ്. വാക്കുകൾ പറയുമ്പോൾ നോക്കി വേണം പറയാൻ. CPM-ന്റെ കളിപ്പാവയായിട്ടാണ് ശബരിനാഥൻ കഴിഞ്ഞ ഒരു മാസമായി മാറിയിരിക്കുന്നത്. അഴിമതിയുടെ അടിവേരർക്കപ്പെടുമെന്ന് ഞാൻ ആവർത്തിച്ച് പറയണം. ശക്തമായുള്ള വിയോജിപ്പ് CPM-ന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. ആ കാര്യങ്ങളിൽ നിന്നും ഒരു ഇഞ്ച് പുറകോട്ട് പോകുന്ന പ്രശ്നമില്ല. ഞങ്ങളൊക്കെ തന്നെ ഈ നിൽക്കുന്ന എല്ലാവരും കോർപ്പറേഷനിൽ പല കൗൺസിലർമാരും ഒക്കെ തന്നെ രാഷ്ട്രീയമായി പലതരത്തിലുള്ള സമരങ്ങളിലൊക്കെ പങ്കെടുത്തതിന്റെ കേസുകൾ പ്രതികളാണ്. എണ്ണമേറിയും കുറഞ്ഞിരിക്കും. അതിന്റെയൊക്കെ ഫൈനലി അതിന്റെ അഭിപ്രായം പറയുന്നത് ബഹുമാനപ്പെട്ട കോടതികളാണ്. പാളയം മാർക്കറ്റിൽ CPM-ന്റെ മാസപ്പടി പിരിച്ചുകൊണ്ടിരുന്ന ആ പണത്തിനൊരു കുറവ് വരുമ്പോഴും CPM നേതാക്കന്മാരുടെ ബിനാമികളായിട്ടുള്ളവർ നടത്തുന്ന അനധികൃത കടകൾ കൂട്ടുമ്പോഴും കോർപ്പറേഷനിലെ കോടിക്കണക്കിന് രൂപയുടെ വിലപിടിപ്പ് വരുന്ന സ്വത്തുവകകൾ കുടുംബ സ്വത്ത് പോലെ സ്വന്തം സ്വത്ത് പോലെ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന സഖാക്കന്മാരെ അവിടെ നിന്ന് ഒഴിവാക്കുമ്പോഴും ഇതല്ല ഇതിലപ്പുറവും ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. CPM-ന്റെ ഒരു തിരുവനന്തപുരത്തെ ഒരു പ്രമുഖനായ ഏരിയ സെക്രട്ടറിയുടെ സഹചാരിയുമാണ്. അദ്ദേഹമാണ് അനധികൃതമായി മാലിന്യശേഖരണം നടത്തുകയും ആറ്റിലും തോട്ടിലും വലിച്ചെറിയുകയും ചെയ്യുന്നത്. ജീവനക്കാരെ ആക്രമിക്കുന്നു. യാതൊരു സംശയവും വേണ്ട. CPM-ന്റെ ഇത്തരം പ്രവർത്തനങ്ങൾക്കും ഇത്തരം ജൽപ്പനങ്ങൾക്കും ദിവസങ്ങളുടെ ആയുസ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. വരാൻ പോകുന്ന ദിവസങ്ങൾ കോർപ്പറേഷനിൽ ഏറ്റെടുത്തിരിക്കുന്ന നടപടികളും അന്വേഷണ കാര്യങ്ങളുമായി മുന്നോട്ട് പോകുമ്പോഴേക്കും അഴിമതിയുടെ അടിവേരർക്കപ്പെടുമെന്ന് ഞാൻ ആവർത്തിച്ച് പറയാം. കോർപ്പറേഷൻ മേയർ നിലയ്ക്ക് അവർക്ക് ചെയ്യാനുള്ളത് അവർ ചെയ്തോട്ടെ. ഞങ്ങളോടൊപ്പം ഞങ്ങൾ മുന്നോട്ട് നമുക്ക് നോക്കാം. തിരുവനന്തപുരം കോർപ്പറേഷൻ ഇപ്പോൾ മലമറിച്ച് കളയാം, ഇപ്പോൾ ഈ പറയുന്ന രീതിയിൽ സംഘികളെ താഴെ ഇറക്കിയിട്ട് അവിടെ ഞങ്ങൾ ഭരണത്തിൽ ഏറിക്കളയാം എന്നൊക്കെയുള്ള പ്രതീക്ഷകൾ അല്ലെങ്കിൽ ഒരുതരം വ്യാമോഹം, ആ വ്യാമോഹവുമായിട്ട് ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് നടക്കുന്ന രണ്ട് പാർട്ടികളാണ് ഈ പറയുന്ന കമ്മികളും കൊങ്ങികളും എന്ന് പറയുന്ന രണ്ട് പേർ. പക്ഷേ ഇവർ വിചാരിച്ച കണക്ക് കാര്യങ്ങളൊന്നും തന്നെ തിരുവനന്തപുരം കോർപ്പറേഷൻ നടക്കാത്തത് കൊണ്ട് തന്നെയും അത് മാത്രമല്ല 40-45 കൊല്ലം തിരുവനന്തപുരം കോർപ്പറേഷൻ കൈയടക്കി വെച്ചുകൊണ്ട് അവിടെ എല്ലാ രീതിയിലുമുള്ള നല്ല 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 കാര്യങ്ങൾ ചെയ്ത് ജനങ്ങളുടെ ആ ഒരു കയ്യടി നേടിക്കൊണ്ട് ഭരണം കാഴ്ചവെച്ച ഇടതുപക്ഷം ജനങ്ങൾ ഞങ്ങളെ തോൽപ്പിച്ചതല്ല, പകരം BJP അട്ടിമറി കാണിച്ച് EVM അട്ടിമറി കാണിച്ച് അവിടെ ഭരണത്തിലേറിയതാണ് എന്നുള്ള മട്ടിലാണ് ഇപ്പോൾ വീണ്ടും അട്ടിമറിച്ചുകൊണ്ട് ഭരണത്തിൽ വരാനൊക്കെ ആയിട്ടുള്ള തക്കിട്ട തരികിട കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ഏവർക്കും മനസ്സിലാവുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷേ എങ്കിൽ പോലും മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ മേയർ അങ്ങേര് ഒരു ഒന്നൊന്നര മേയറാണ് എന്നുള്ളത് പറയാതിരിക്കാൻ പറ്റുന്നില്ല. കാരണം എന്ന് പറയുന്നത് അങ്ങേര് ഈ ഇടതുപക്ഷത്തിനെ എല്ലാ രീതിയിലും വലിഞ്ഞു മുറുകുന്ന തരത്തിലോട്ടാണ് ഓരോ പരിപാടികളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത്. എന്ത് ചെയ്യാമെന്ന് പറയാം, ഇടതുപക്ഷത്തിന് അങ്ങോട്ടോ ഇങ്ങോട്ടോ അനങ്ങാൻ പറ്റാത്ത രീതിയിൽ കുടുക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ സംഘി മേയറായിട്ടുള്ള VV രാജേഷ് എന്ന് പറയുന്ന മേയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോരോ പരിപാടികൾ അല്ലെങ്കിൽ ഓരോരോ ചെയ്ത്തുകൾ എന്ന് പറയുന്നത്. എന്തൊക്കെ തന്നെ ആയാലും മേയറുടെ ഈ ഒരു ചെയ്തുകൾ നല്ല രീതിക്ക് ഇടതുപക്ഷത്തിനെയും വലതുപക്ഷത്തിനെയും ബാധിക്കുന്നുണ്ട് എന്നതിൻ്റെ തെളിവാണ് ഇടയ്ക്കിടയ്ക്ക് വിരളി എടുത്തുകൊണ്ട് അവിടെ ഓരോ കോപ്രായങ്ങൾ കാണിച്ചു കൂട്ടുന്ന തരത്തിലോട്ട് ഈ പറയുന്ന തോതിൽ പ്രതിപക്ഷം മാറിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത്. പ്രത്യേകിച്ച് എടുത്തു പറയാൻ സുഗതൻ്റെ ഈ ഒരു വിഷയം കൂടി ആയതിൽ പിന്നാലെ പ്രതിപക്ഷം ഇപ്പോൾ എന്തോ ഒന്ന് മലമറിച്ച് കളയാമെന്നൊക്കെയുള്ള മട്ടിലൊക്കെ തന്നെ ആയിരുന്നു ഈ പറയുന്ന തിരുവനന്തപുരത്ത് ഓരോന്ന് കാണിച്ചു കൂട്ടിയ ഓരോരോ കാര്യങ്ങളെന്ന് പറയുന്നത്. പക്ഷേ ജനങ്ങൾ മണ്ടന്മാരല്ലല്ലോ, ജനങ്ങൾക്ക് നല്ല ബുദ്ധിയും ബോധവും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെയാണല്ലോ ഇപ്പോഴും കേരളത്തിൽ പല രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ തന്നെ പല രീതിയിൽ പരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷവും വലതുപക്ഷവും നല്ല രീതിയിൽ പ്രയത്നിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെയും ഈ ഒരു ഭരണം പിടിച്ച് താഴെ ഇറക്കിയിട്ട് നമുക്കതിനുള്ളിൽ കയറി പറ്റാമെന്നുള്ള ഗൂഢാലോചനയിൽ ഒന്നും യേശുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത്. കാരണം എന്ന് പറയുന്നത് ഒരു പച്ചയായ സത്യം തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ സംഘികളെ പിടിച്ച് താഴെ ഇറക്കിയിട്ട് ഞങ്ങൾക്ക് അതിനുള്ളിൽ കയറി ഇരിക്കാമെന്നുള്ള മോഹമൊക്കെ തന്നെ ശരിക്കും വ്യാമോഹമാണ് എന്നതാണ് പറയാനുള്ളതെന്ന് പറയുന്നത്. കാരണം ഇനി വരാൻ പോകുന്ന 10 കൊല്ലത്തെ കണക്ക് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. അത് കഴിഞ്ഞ് BJPക്ക് 2047 വരെയൊക്കെയാണ് അവരുടെ പ്രതീക്ഷ എന്ന് പറയുന്നത്. പക്ഷേ നല്ലൊരു ഭരണമാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റും. കാരണം ഈ BJP ഭരണത്തിൽ കയറിയ സ്ഥലങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവർ പിന്നെ അവിടെ നിന്ന് ഇറങ്ങുക എന്ന് പറയുന്നത് കുറച്ച് പാടുപെട്ട കാര്യമാണ്. പ്രത്യേകിച്ച് നല്ല ഭരണമാണ് കാഴ്ചവെക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഭരണം മുന്നോട്ട് കൊണ്ടുപോകാം എന്ന കാര്യത്തിലും സംശയമില്ല. പക്ഷേ ഞാനിവിടെ ഉറപ്പിച്ച് പറയുന്നത് 10 കൊല്ലം തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP ഭരണം ഉറപ്പാണ് എന്നതാണ്. അതായത് ഒരു മാറ്റവും സംഭവിക്കത്തില്ല എന്നതാണ്. അതായത് ഈ 5 കൊല്ലം കഴിഞ്ഞിട്ട് ഇനി വരാൻ പോകുന്ന 5 കൊല്ലവും തീർച്ചയായിട്ടും BJP തന്നെയായിരിക്കും കോർപ്പറേഷൻ ഭരിക്കാൻ പോകുന്നത് എന്നുള്ളത് ഉറപ്പാണ്. കാരണം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ആ ഒരു സാഹചര്യം തന്നെയാണ്. കാരണം ഈ പറയുന്ന രീതി VV രാജേഷിൻ്റെ ഒരു ഭരണ രീതികൾ തിരുവനന്തപുരത്തെ ജനങ്ങൾക്ക് നല്ല രീതിയിൽ ബോധിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ VV രാജേഷിലൂടെ BJP മുന്നോട്ട് വയ്ക്കുന്ന ഓരോ കാര്യങ്ങളും ജനങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ 5 കൊല്ലം കൊണ്ട് അങ്ങേർക്ക് പലതരത്തിലുള്ള പ്ലാനുകളുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് വരും ദിനങ്ങളിൽ തീർച്ചയായിട്ടും പല രീതിയിൽ പലർക്കും കുരുപൊട്ടുന്ന തരത്തിൽ പുറത്തു വരുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതൊക്കെ കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്. അതൊക്കെ തന്നെയും തീർച്ചയായിട്ടും BJP സംബന്ധിച്ചിടത്തോളം ഒരു 10 കൊല്ലത്തെ ഭരണം ഇപ്പോഴേ എഴുതി ഒപ്പിട്ട് തരാൻ പറ്റുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് BJPയുടെ ഭരണ മികവനുസരിച്ചിരിക്കും ബാക്കി അങ്ങോട്ട് പോകുന്ന കാര്യങ്ങളെന്ന് പറയും. എന്തായാലും ഈ അടുത്ത കാലത്തെങ്ങും ഇനിയിപ്പോൾ ഇടതുപക്ഷത്തിനോ അല്ലെങ്കിൽ ഈ പറയുന്ന തോതിൽ UDFിനോ തിരുവനന്തപുരം കോർപ്പറേഷനിൽ കാലുകുത്താൻ പറ്റുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറത്തില്ല. ഇനി ഇതുമല്ല ഏറ്റവും വലിയ ഒരു ട്വിസ്റ്റ് എന്ന് പറയുന്നത് ഈ പറയുന്ന പ്രതിപക്ഷമായിരിക്കുന്ന ഇടതുപക്ഷം ഉണ്ടല്ലോ ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ തീർച്ചയായിട്ടും പ്രതിപക്ഷ സ്ഥാനം തെറിക്കുമെന്നുള്ളതാണ് ഏറ്റവും വലിയ ട്വിസ്റ്റ് എന്ന് പറയുന്നത്. കാരണം നിലവിലത്തെ സാഹചര്യത്തിൽ ഇപ്പോൾ അവിടെ ഒരു തെരഞ്ഞെടുപ്പ് നടന്നാൽ പോലും ഇടതുപക്ഷത്തിൻ്റെ സീറ്റുകൾ പരമാവധി കുറയാനാണ് സാധ്യത എന്ന് പറയുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇടതുപക്ഷം പ്രതിപക്ഷ സ്ഥാനം നഷ്ടപ്പെട്ടു പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ളത് വ്യക്തമാണ്. അതേസമയം പ്രതിപക്ഷം ഈ പറയുന്ന രീതിയിൽ കോൺഗ്രസ് ആവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും. ഇതാണ് ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ തിരുവനന്തപുരത്ത് നടക്കാനായി പോകുന്ന സംഭവ വികാസങ്ങൾ എന്ന് പറയുന്നത്. കാരണം അതൊക്കെ തന്നെ ഇപ്പോഴത്തെ രീതികൾ കാണുമ്പോഴത്തേക്കും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം
കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പോൾ ഭരണം നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ്. ടോട്ടലി കേരളത്തിൽ ഉടനീളം തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഭരണം പോയി 45 കൊല്ലം ഭരിച്ചിട്ട്. പക്ഷേ ഇനി അങ്ങോട്ട് പ്രതിപക്ഷ സ്ഥാനം കൂടി നഷ്ടപ്പെട്ടു പോകുന്ന തരത്തിലോട്ട് തിരുവനന്തപുരം കോർപ്പറേഷനിൽ കാര്യങ്ങൾ മാറും എന്നുള്ളത് ഏകദേശം ഉറപ്പാണ്. കാരണം ശരിക്കും പറഞ്ഞാൽ BJP ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ തിരുവനന്തപുരത്ത് മാറിക്കഴിഞ്ഞാൽ പോലും BJP വ്യക്തമായ ഭൂരിപക്ഷത്തിൽ അവിടെ അധികാരത്തിൽ വരുമെന്നുള്ളത് 100% ഉറപ്പാണ്. ഒരു സംശയവുമില്ല. അവർക്ക് ഇപ്പോൾ 50 സീറ്റുകളിൽ നിന്നും ഇനി കൂടത്തേ ഉള്ളൂ എന്നുള്ളതും ഉറപ്പാണ്. അതേസമയം കുറയാൻ പോകുന്ന ആരൊക്കെയാണ്? ഇടതുപക്ഷത്തിനാണ് മക്കളെ കുറയാൻ പോകുന്നത് ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് നോക്കുമ്പോഴത്തേക്കും. കാരണം ആളുകൾ എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അവർക്കൊക്കെ തന്നെ നല്ല കൃത്യവും വ്യക്തമായിട്ട് പല കാര്യങ്ങളും ബോധ്യപ്പെടുന്നുണ്ട്. അത് മാത്രമല്ല VV രാജേഷ് എന്ന് പറയുന്ന മേയറാണെങ്കിൽ ഇടതുപക്ഷത്തെ നേരാചൊവ്വയോ ഒന്നും നിൽക്കാനോ ഇരിക്കാനോ സമ്മതിക്കാത്ത വണ്ണം അങ്ങ് കൂട്ടിടുന്ന തരത്തിലോട്ടാണ് ഓരോ കാര്യങ്ങൾ കുത്തിപ്പൊക്കിക്കൊണ്ട് ഇപ്പോൾ ജനങ്ങളുടെ മുന്നിലേക്ക് എടുത്തിട്ട് കൊടുക്കുന്നതെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങേര് എല്ലാ രീതിയിലും അടിവേരിളക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറ്റുമെന്നുള്ളത് അങ്ങേര് തന്നെ പച്ചയ്ക്ക് പറയുന്ന ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇപ്പോൾ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അവിടെ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞാൽ അവിടെ BJP അധികാരത്തിൽ ഭൂരിപക്ഷത്തോടു കൂടി തന്നെ വരുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും ഇടതുപക്ഷം പ്രതിപക്ഷ സ്ഥാനം നഷ്ടപ്പെട്ടു പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും കോൺഗ്രസ് ആ പ്രതിപക്ഷ സ്ഥാനത്തേക്ക് വരുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും ചെയ്യുമെന്നാണ് ഒരു പച്ചയായ സത്യം എന്ന് പറയുന്നത്. കാരണം ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം നിലവിലത്തെ സാഹചര്യത്തിൽ കാര്യങ്ങളെല്ലാം കൈവിട്ടു പോകുന്ന തരത്തിലോട്ടാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ കാര്യങ്ങൾ മാറുന്നതെന്ന് പറയുന്നത്. BJPക്ക് എല്ലാ രീതിയിലും ഒരു അനുകൂല ഘടകമാണ് നിലവിലത്തെ സാഹചര്യത്തിൽ ഉണ്ടായിരിക്കുന്നതെന്ന് പറയുന്നത്. അത് സുഗതൻ വിഷയത്തിൽ പോലും സുഗതനെ പിടിച്ച് ജയിലിലാക്കിയപ്പോഴത്തേക്ക് ഇപ്പോൾ എന്തോ അവിടെ മലമറിക്കാന്നൊക്കെ പറഞ്ഞിരുന്നതാണ്. പക്ഷേ ഒരു ചുക്കും നടന്നില്ല എന്ന് മാത്രമല്ല ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും വലിയ തോതിലുള്ള ഒരു കനത്ത തിരിച്ചടി തന്നെയാണ് സുഗതൻ വിഷയത്തിലും ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതായത് ജനങ്ങളുടെ മനസ്സിൽ ഒരു ഒരു കൗൺസിലറായിരുന്ന ഒരു വ്യക്തി ഇപ്പോൾ ഒരു ജനനായകനാക്കി മാറ്റുന്ന തരത്തിലോട്ട് ഇടതുപക്ഷവും വലതുപക്ഷവും സുഗതനെ പിടിച്ചാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു പച്ചയായ സത്യം എന്ന് പറയുന്നത്. എന്തൊക്കെ കാണണം എന്തൊക്കെ കേൾക്കണം ശരിക്കും പറഞ്ഞാൽ. ഇപ്പോൾ സുഗതൻ ഒരു MLA ആയാൽ പോലും അത്ഭുതപ്പെടാനില്ല എന്ന് വേണം പറയാം. കാരണം കേരളം ഒട്ടുക്കറിയുന്ന ഒരു നേതാവായിട്ട് സുഗതൻ നിലവിലത്തെ സാഹചര്യത്തിൽ മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഒരു സത്യം എന്ന് പറയുന്നത്. എന്തായാലും അതിന് സമ്മതിക്കേണ്ടത് ഇടതുപക്ഷത്തെയും വലതുപക്ഷത്തെയുമാണ് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. എന്തൊക്കെ തന്നെ ആയാലും ഒരു കാര്യം കൂടി എടുത്തു പറഞ്ഞുള്ളൂ. ശബരിനാഥൻ എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന ഒരു സാമ്പാറുകളൊക്കെയാണ് ഇപ്പോൾ കാണിച്ചു കൂട്ടുന്ന ഓരോരോ കോപ്രായങ്ങൾ പറയുന്നത്. കാരണം തിരുവനന്തപുരം കോർപ്പറേഷനിൽ UDFനെ സംബന്ധിച്ച് അവർക്ക് ഇപ്പോൾ 20 സീറ്റുകളാണ് ഉള്ളതെന്ന് പറയുന്നത്. പക്ഷേ ഒരു കോമഡി രീതിയിലാണ് UDF കാണിച്ചു കൂട്ടുന്ന ഓരോ കോപ്രായങ്ങൾ. അതിൽ കരമന ജയൻ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് CPMന്റെ ഒരു കളിപ്പാവയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ശബരിനാഥൻ എന്ന് പറയുന്ന ആ ഒരു രീതി. കാരണം ശബരിനാഥന്റെ ഓരോ രീതികൾ കാണുമ്പോഴത്തേക്കും എന്തൊക്കെയോ താൻ ആണ് അല്ലെങ്കിൽ എന്തൊക്കെയോ തനിക്കാവണം എന്നൊക്കെയുള്ള ഒരു മട്ടിലാണ് ഓരോന്ന് കാണിച്ചു കൂട്ടുന്ന ഓരോരോ കോപ്രായങ്ങൾ എന്ന് പറയുന്നത് തിരുവനന്തപുരം കോർപ്പറേഷൻ. അത് ശരിക്കും പറഞ്ഞാൽ കുറച്ചൊന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ശബരിനാഥനെ പോലൊരു വ്യക്തി ഒരു ട്രോൾ ആയിട്ട് മാറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള ബോധം ശരിക്കും പറഞ്ഞാൽ ശബരിനാഥന് ഉണ്ടാവേണ്ടത് അനിവാര്യമായിട്ടൊരു കാര്യം തന്നെയാണ്. കാരണം തിരുവനന്തപുരം കോർപ്പറേഷനിൽ UDFനെ തന്നെ ഒരു തരം കളിപ്പാവകളായി മാറുന്നു എന്ന മട്ടിലോട്ട് ജനങ്ങൾക്ക് മുന്നിൽ കാര്യങ്ങൾ എത്തിക്കാതിരിക്കുന്നതാണ് നിലവിലത്തെ സാഹചര്യത്തിൽ ശബരിനാഥന് നല്ലതെന്ന് പറയുന്നത്. കാരണം അല്ലെങ്കിൽ 8ന്റെ പണി UDFന് വരെ കിട്ടുന്ന തരത്തിലോട്ട് ശബരിനാഥൻ വരെ വാങ്ങിച്ചു കൂട്ടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ ജനങ്ങൾക്കിടയിൽ നിന്ന് മാറുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, BJP അല്ലെങ്കിൽ സംഘി പാർട്ടി നിലവിലത്തെ സാഹചര്യത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ അവർക്ക് 10 കൊല്ലം ഭരണം ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി നേരിടാൻ പോകുന്നത് ഇടതുപക്ഷമായിരിക്കും തിരുവനന്തപുരം കോർപ്പറേഷൻ. ഇപ്പോൾ പ്രതിപക്ഷ സ്ഥാനത്താണെങ്കിൽ പ്രതിപക്ഷ സ്ഥാനം കൂടി നഷ്ടപ്പെടുന്ന തരത്തിലോട്ട് വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ മാറും എന്നുള്ളതാണ് ഒരു പച്ചയായ സത്യം. അതുകൊണ്ട് LDFനെ സംബന്ധിച്ചോളം നിലവിൽ കുറച്ചൊന്ന് ഒരു പൊടിക്ക് അടങ്ങുന്നതായിരിക്കും നല്ലതെന്ന് പറയുന്നത്. അല്ലെങ്കിൽ നിലവിലുള്ള പ്രതിപക്ഷ സ്ഥാനം കൂടി കൈവിട്ടു പോകുന്ന തരത്തിലോട്ട് ഭാവിയിൽ കാര്യങ്ങൾ മാറും. നിങ്ങൾ തന്നെ അതിനെ മാറ്റും എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്.